ഞാൻ കേസായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. രമേശ് പിഷാരടി എന്ന് പറഞ്ഞ അദ്ദേഹത്തെ എനിക്ക് ഒരു കൊളീഗായിട്ട് അറിയാം. അദ്ദേഹം ഇപ്പൊ MLA ആണ്. അദ്ദേഹത്തിനോടുള്ള റെസ്പെക്ടിന്റെ പുറത്താണ് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചത്. അദ്ദേഹം എന്നെ ഒരുപാട് തവണ വിളിച്ച് സംസാരിച്ചു. അവസാനം ഞാൻ വിചാരിച്ചത് ഇത്രയും തവണ വിളിച്ച് സംസാരിക്കുന്ന ആളല്ലേ, അദ്ദേഹത്തിന് ഞാൻ കൊടുക്കേണ്ട റെസ്പെക്ട് കാരണമാണ് ഞാൻ പറഞ്ഞത് ശരി ഏട്ടാ സംസാരിക്കാൻ. അങ്ങനെയാണ് രമേശ് ഏട്ടൻ സംസാരിച്ചത്. സംസാരിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അൻസിബ മാപ്പ് എഴുതി കൊടുക്കണം. ഇത് എവിടുത്തെ ന്യായമാണ്. അപ്പൊ ഞാൻ ശരി കേട്ടോ, നീ ഇതിനെ പറ്റി സംസാരിക്കേണ്ടതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. പരാതിക്കാരി മാപ്പ് എഴുതി കൊടുക്കണത്ര ഇനി പരാതി പറയൂല എന്ന് വെള്ളരിക്കാൻ പറ്റണോ? അതിനെ പറ്റി എനിക്കറിയില്ല. അത് ഞാൻ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. വളരെ പേഴ്സണൽ ആയിട്ട് സംസാരിക്കുന്ന ഒരു ഓഡിയോ ലീക്ക് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയിലെ IT ആക്ട് പ്രകാരം അത് തെറ്റാണ്. പൊളിറ്റിക്കൽ അജണ്ടയാണ്. ഇത് കമ്മിറ്റിയിൽ ശ്വേത ചേച്ചിയാണ് ആദ്യം കൊണ്ടുവന്നത്. അന്ന് പറഞ്ഞത് 1 കോടി എന്നായിരുന്നു. അത് എഗ്രിമെന്റ് ആയപ്പോൾ 75 ലക്ഷമായി മാറി. 25 ലക്ഷം എവിടെ പോയി എന്ന് എനിക്കറിഞ്ഞു. എഗ്രിമെന്റ് ആയപ്പോൾ 75 ലക്ഷമായി. പക്ഷെ ഈ ഒരു കാര്യം കൊണ്ടുവന്നപ്പോഴേ ഞാൻ എതിർത്തു. നമ്മുടെ ധാർമ്മികതയ്ക്ക് ചേരുന്നതല്ല ഈ കാര്യം. അമ്മയിൽ 32 വർഷമായിട്ട് ഒരു മതസ്ഥാപനങ്ങളും കടന്നുകൂടിയിട്ടില്ല, ഒരു മതചിഹ്നങ്ങളും കടന്നുകൂടിയിട്ടില്ല. ഇന്ന് നിങ്ങൾ ഒരു ടെമ്പിൾ കൊണ്ടുവരാണെങ്കിൽ നാളെ ഒരു മോസ്ക് വരും, പിന്നീട് ഒരു ചർച്ച് വരും, അങ്ങനെ മതസ്ഥാപനങ്ങൾ വരും, ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ വരും. അത് വരാൻ പാടില്ല. വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു പോകുന്ന ഒരു സ്ഥാപനമാണ് അമ്മ. അമ്മയിൽ അങ്ങനെ കൊണ്ടുവരരുതെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതെന്ന് പറഞ്ഞോ അന്ന് തുടങ്ങി ഏറ്റവും കൂടുതലുള്ള വൈരാഗ്യം കാണിക്കാൻ എനിക്കെതിരെ വ്യാജ പരാതി കൊടുപ്പിക്കുന്നു. ലക്ഷ്മി പ്രിയയെ കൊണ്ട് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ ഒരു നോട്ടീസ് പോലും ഇല്ലാതെയാണ് ആ പോലീസ് സ്റ്റേഷനിൽ എന്നെ മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ടുള്ളത്. അതിന് കേസ് ഞാൻ കൊടുത്തിട്ട് അതിന് FIR ഇടാൻ തയ്യാറല്ല. പക്ഷെ എനിക്കെതിരെ FIR ഇല്ലാത്തൊരു കാര്യത്തിന് ഒരു നോട്ടീസ് പോലും ഇല്ലാതെ എന്നെ വിളിച്ചു വരുത്തി 3 മണിക്കൂർ എന്നെ ഹരാസ് ചെയ്യാൻ പോലീസുകാർക്ക് കഴിയുമായിരുന്നു. അതിനുശേഷം ഞാൻ ടിനി ടോമിനെതിരെ പരാതി കൊടുത്തു. FIR ഇട്ടില്ല. കടവന്തൂർ പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ പോയിട്ട് പരാതി കൊടുത്തത്. ഇതില് പ്രഥമ ദൃഷ്ടിയ കേസെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടു. പിന്നീട് ഞാൻ അത് കോടതിയിൽ പോയിട്ടാണ് ഞാൻ അത് FIR ഇടിപ്പിച്ചത്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്നത്. അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി പ്രിയ എന്ന് പറയുന്ന വ്യക്തി ട്രെയിലർ ഇറക്കുന്നു, ടീസർ ഇറക്കുന്നു, പ്രീമിയർ ചെയ്യുന്നു, ഒരു സ്ത്രീയെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം, കേരളത്തിലാണ് ഇത് നടക്കുന്നത്. ഞാൻ അന്ന് അതിയായി വിഷമിച്ചിട്ട് ഞാൻ എല്ലാവരും വിളിച്ച് സംസാരിച്ചു. ഇത് എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്? കേരളത്തിലാണ്, അതായത് ഭീഷണിയുടെ സ്വരത്തിലാണ് ആദ്യം ട്രെയിലർ ഇടുന്നത്. ട്രെയിലറിൽ ഒരു പോർഷൻ കട്ട് ചെയ്ത് കാണിക്കുന്നു. എന്നിട്ട് അതേ ചാനൽ ക്യാൻ എന്ന് പറഞ്ഞ ചാനലിൽ എഴുതി കാണിക്കുകയാണ് ഇതിന്റെ 1ാം ഭാഗം നാളെ 4 മണിക്ക് ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും, 2ാം ഭാഗം അതിന്റെ നെക്സ്റ്റ് ദിവസം ഇടുന്നതായിരിക്കും. എന്ത് മ്ലേച്ഛകരമായിട്ടുള്ള കാര്യമാണ് കേരളത്തിൽ നടക്കുന്നത്. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, ഇങ്ങനെ പറയാൻ അവസരം കേരളത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ എത്രയോ പേരാണ് ഇവിടെ അനുഭവിക്കാൻ പോകുന്നത്. എത്രയോ ആത്മഹത്യകൾ നമ്മൾ കാണേണ്ടി വരും. കാരണം ഇത്തരത്തിൽ വ്യക്തിഹത്യ ചെയ്യാൻ പറ്റുന്ന ഒരു സംസ്ഥാനമായിട്ട് എങ്ങനെയാണ് കേരളം മാറുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അതിനെതിരെ പാലാരിവട്ടം സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ആ പരാതി ഇപ്പോഴും എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത്രത്തോളം സ്വാധീനമുണ്ടോ? ഞാൻ കൊടുത്ത പരാതി, ഞാൻ പാലാരിവട്ടം സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന് ശേഷം ഞാൻ എന്റെ കുറച്ച് മാധ്യമ സുഹൃത്തുക്കളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പാലാരിവട്ടം സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് വ്യക്തിഹത്യക്കെതിരെ എന്ന്. അങ്ങനെ കുറച്ച് മാധ്യമ സുഹൃത്തുക്കൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞത് അങ്ങനെ ഒരു പരാതി അവർ കണ്ടിട്ടില്ല എന്നാണ്. അതിനുശേഷം ഞാൻ നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറിന്റെ നമ്പർ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ വിളിച്ചു. ഞാനൊരു 15-20 തവണ ഞാൻ റിങ് ചെയ്തിട്ടാണ് വിളിച്ചത്. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും അദ്ദേഹത്തോട് സംസാരിക്കണം എന്ന് അത്രയ്ക്ക് ഞാൻ ആഗ്രഹിച്ചിട്ടാണ് ഞാൻ വിളിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു FIR ഇട്ടിട്ടില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇട്ടിട്ടില്ല എന്ന് ചോദിച്ചു. അപ്പൊ രമേശ് ചെന്നിത്തല സാർ പറഞ്ഞു ഞാൻ വിളിച്ച് സംസാരിക്കാം. അദ്ദേഹത്തിന്റെ ഫോൺ കട്ട് ചെയ്ത് ഒരു 5 മിനിറ്റിന് ശേഷം എന്നെ പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിക്കുകയാണ്. എന്നെ CI വിളിച്ചിട്ട് പറഞ്ഞു എന്റെ പേര്, വയസ്സ്, കാര്യങ്ങളെല്ലാം എഴുതിയെടുത്തു, അക്നോളജ്മെന്റ് അയച്ചിട്ടുണ്ട്, ഞാൻ പരാതി കൊടുത്തതില്ല. അപ്പൊ ഞാൻ ചോദിച്ചു FIR ഇടുന്നില്ലേ സാർ? അല്ല, അത് ഞങ്ങൾ 14 ദിവസം മുമ്പ് പ്രിലിമിനറി എൻക്വയറി നടത്തണമെന്ന്. ഒരു പെൺകുട്ടിക്കെതിരെ സ്ലട്ട് ഷേമിങ്ങിന്റെ ഏറ്റവും മാക്സിമം ആണ് ട്രെയിലറും ടീസറും പ്രീമിയറും അടക്കം ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നിട്ടാണ് പോലീസുകാർ പറയുന്നത് ഇത് പ്രിലിമിനറി എൻക്വയറി നടത്തണമെന്ന്. പ്രഥമ ദൃഷ്ടിയ തന്നെ കേസുണ്ട്. FIR ഇട്ടാൽ എന്താണ് കുഴപ്പം? FIR ഇട്ടിട്ട് കഴമ്പില്ലെങ്കിൽ അത് കളയാലോ. പക്ഷെ പ്രിലിമിനറി എൻക്വയറി മാത്രമാക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു സ്റ്റേറ്റിന്റെ ആഭ്യന്തരമന്ത്രി വിളിച്ചു പറഞ്ഞിട്ട് പോലും FIR ഇടാൻ പറ്റാത്ത പോലീസ് സ്റ്റേഷനാണോ കേരളത്തിലുള്ളത്? അപ്പൊ നമ്മൾ
ആലോചിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലുള്ള പോലീസ് സ്റ്റേഷനുകൾ എല്ലാം ഇങ്ങനെയാണോ ഇങ്ങനെയല്ലേ എന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിയണം. ഇപ്പൊ ഓപ്പറേഷൻ തൂഫാൻ നടക്കുന്നുണ്ട്. എനിക്ക് ആഭ്യന്തരമന്ത്രിയോടുള്ള റിക്വസ്റ്റ് ആണ്, ഓപ്പറേഷൻ തൂഫാനോടൊപ്പം തന്നെ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമാണ് സാധാരണക്കാര് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് വരുന്ന സമയത്ത് ആ പരാതി എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പരാതിക്കാർക്ക് സ്വാധീനവും പണവും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പരാതി എടുക്കില്ലേ? ആരോപണ വിധേയരായിട്ടുള്ളവരെ സഹായിക്കാനാണോ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഓപ്പറേഷൻ തൂഫാനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിന് മുകളിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും ആഭ്യന്തരമന്ത്രി തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓപ്പറേഷൻ തൂഫാനോടൊപ്പം എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും കൃത്യമായിട്ട് കേസ് എടുക്കുന്നുണ്ടോ, കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ടോ, പരാതിയുമായിട്ട് വരുന്ന സ്ത്രീകളെ അപമാനിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വ്യക്തത വരുത്തേണ്ടതാണ്, അന്വേഷിക്കേണ്ടതാണ്. ആഭ്യന്തരമന്ത്രി വിളിച്ചു പറഞ്ഞാൽ പോലും കേൾക്കാത്ത പോലീസാണോ ഇവിടെ ഉള്ളത് എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്, ഭയപ്പെടുത്തുന്ന കാര്യമാണ്. ഞാൻ ഇതേ വിഷയം തൃക്കാക്കര മണ്ഡലത്തിലെ MLA ആയിട്ടുള്ള ഉമാ തോമസ് മാമുമായിട്ട് സംസാരിച്ചു. അതുപോലെ തന്നെ മിനിസ്റ്റർ ബിന്ദു കൃഷ്ണ മാമുമായിട്ട് സംസാരിച്ചു. പക്ഷെ എനിക്ക് ഇതുവരെ ഒരു നീതിയും കിട്ടിയിട്ടില്ല. അപ്പൊ എനിക്ക് നീതി കിട്ടുന്നത് കോടതിയിൽ പോകുമ്പോൾ മാത്രമാണ്. കോടതിയിൽ മാത്രം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ ഒരു പൗരന് ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ആലോചിച്ചു നോക്കുമ്പോ പിന്നെ പോലീസ് സ്റ്റേഷൻ എന്തിനാണ്? നമുക്ക് ഡയറക്റ്റ് കോടതിയിൽ പോയിട്ട് പരാതി കൊടുത്താൽ പോരെ, പിന്നെ എന്തിനാണ് പോലീസ് സ്റ്റേഷൻ? എനിക്ക് മനസ്സിലാവണില്ല അത്. അതുപോലെ തന്നെ മറ്റൊരു വിഷയം, എന്നെ ജിഹാദി എന്ന് വിളിച്ചു. ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളർ ഉൾപ്പെടെ ടിനി ടോമിന്റെ ഡ്രൈവർ ഉൾപ്പെടെ മതം മാറ്റാൻ ശ്രമിച്ചു എന്ന് പറയുന്നു. ഡബിൾ ഡാഡി സിൻഡ്രോമാണ് എനിക്കിന്ന് മെസ്സേജ് അയക്കുന്നു. 17 പേരടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് അയച്ചത്. അന്ന് അത് സ്ത്രീ വിരുദ്ധതയാണ് അയച്ചതെന്ന് പറയാൻ അന്ന് അവിടെ ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നില്ല, മറ്റ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും ഉണ്ടായിരുന്നില്ല. വുമൺ കാർഡ് എപ്പോഴും പറയുന്ന ആളുകൾ ശ്രദ്ധിക്കണം. വുമൺ കാർഡ് പറയേണ്ടത് അത് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളല്ല പറയേണ്ടത്. സ്ത്രീകൾക്ക് കിട്ടേണ്ട അർഹതയുള്ള സ്ത്രീകൾക്ക് കിട്ടേണ്ട പരിഗണന കിട്ടാതിരിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയേണ്ടത്. പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ല അത് പറയേണ്ടത്. അന്ന് ഒരാൾ പറഞ്ഞില്ല, ടിനി ടോം പറഞ്ഞത് മോശമാണ്, അങ്ങനെ പറയരുത് എന്ന്. മറ്റൊരു വനിതാ അംഗം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. അവർ മെയ് 12 ഒരു പരാതി കൊടുത്തിട്ട് ആ പരാതി പോലും എടുത്തിട്ടില്ല. അശ്ലീലമാണ് വിളിച്ചു പറഞ്ഞത്. അതിന് സാക്ഷി പറഞ്ഞ ആളാണ് ഇവിടെ എത്തുന്ന മായ ചേച്ചി. ജനറൽ ബോഡിയിൽ വന്ന് മായ ചേച്ചി സാക്ഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് പോലും ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. ആരോപണ വിധേയനായിട്ടുള്ള ആ പുരുഷനെ മാറ്റി നിർത്താൻ പോലും പ്രസിഡന്റ് തയ്യാറായിട്ടില്ല. എവിടെയാണ് സ്ത്രീ സമത്വം? അവിടെ എവിടെയാണ് സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകളിന്റെ എന്നൊക്കെ പറയുന്ന ആളുകൾ അത് ചെയ്യണം. അപ്പൊ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നും ആവരുത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തു, കംപ്ലൈന്റ് എടുത്തില്ല. അവസാനം ഞാൻ കോടതിയിൽ പോയി FIR ഇടാൻ പറഞ്ഞു. പ്രഥമ ദൃഷ്ട്യാ കേസ് എടുക്കാൻ പറ്റുന്ന തെളിവുകൾ ഉള്ളത് തന്നെയാണ് അൻസിബ ഹസൻ കൊടുത്ത പരാതി എന്ന് കോടതി പറയുകയും FIR ഇടാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അതിനുശേഷം കമ്മീഷണർ മീഡിയയോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. എനിക്ക് ഭയങ്കര വേദനയാണ് ആ വീഡിയോ കണ്ടിട്ട് തോന്നിയത്. അദ്ദേഹം പറഞ്ഞത് അത് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരാതികളും കൗണ്ടർ പരാതികളും ഉണ്ടായിരുന്നു. എന്ത് പരാതി, എന്ത് കൗണ്ടർ പരാതി എനിക്കറിയില്ല. ഞാൻ ശ്രീ ടിനി ടോമിനെതിരെ കൊടുത്തൊരു പരാതിയെ എനിക്കറിയുള്ളൂ. കമ്മീഷൻ വീണ്ടും പറയുന്നുണ്ട് ഇത് അമ്മ സംഘടനയിലെ ഒരു പ്രശ്നമാണ്, അത് അവരവിടെ തീർപ്പാക്കിയതാണ്. ആര് പറഞ്ഞു തീർപ്പാക്കിയത്? അങ്ങനെ ഒരു പ്രശ്നം അമ്മ സംഘടനയ്ക്കകത്ത് തീർപ്പാക്കിയിട്ടേ ഇല്ല. കമ്മീഷണർക്ക് എങ്ങനെയാണ് അങ്ങനെ പറയാൻ പറ്റുന്നത്? അതുപോലെ പറയുന്നത്, റിപ്പോർട്ടിൽ പറയുന്നത് ടിനി ടോം അത് തമാശയ്ക്ക് പറഞ്ഞതാണ് ജിഹാദി എന്നും ഒരു വ്യക്തിക്ക് ഡബിൾ ഡാഡി സിൻഡ്രോം ആണെന്നും ആ വ്യക്തിക്ക് മറ്റുള്ള പലരുമായിട്ടും പല രീതിയിലുള്ള ബന്ധങ്ങളുണ്ടെന്ന് പറയുന്നതൊക്കെ തമാശയായിട്ട് കാണാനാണോ പോലീസ് വിളിക്കുന്നത്? അത് തമാശയാണെന്ന് എങ്ങനെയാണ് പോലീസുകാർക്ക് പറയാൻ പറ്റുന്നത്? അപ്പൊ സിറ്റി പോലീസ് കമ്മീഷണർ അത് പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഇതാണോ നീതി എന്ന് എനിക്ക് അറിയില്ല. ഇത് നീതി അല്ല, അനീതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും അനീതി നടന്നുകൊണ്ടിരിക്കുമ്പോഴും കേരളത്തിലുള്ള ജനങ്ങളോടാണ് എനിക്ക് വിശ്വാസമുള്ളത്. എല്ലാ ജനങ്ങളും ഇതിനെതിരെ പ്രതികരിക്കണം. ഇവിടെ വർഗീയത ഉണ്ടാവാൻ പാടില്ല, വർഗീയവൽക്കരണം ഉണ്ടാവാൻ പാടില്ല. എല്ലാ പോലീസ് സ്റ്റേഷനുകളും കൂടെ പരിശോധിക്കണം. വർഗീയവൽക്കരണം പോലീസ് സ്റ്റേഷനുകളിലും നടന്നിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരോടും എനിക്കുള്ള അഭ്യർത്ഥനയാണ്, ദയവ് ചെയ്ത് കേരളം ഒരു വർഗീയവൽക്കരിക്കപ്പെട്ട സംസ്ഥാനമായി മാറാൻ അനുവദിക്കരുത്.